എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിന് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ഗ്രൂപ്പിനെ കൊണ്ട് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് വന്നത്. ഈ 4 വർഷത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പുതിയതായിട്ട് കുറേ ഹോം സ്റ്റേകളും റിസോർട്ടുകളും വന്നു എന്നതൊഴിച്ചാൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ആളുകളുടെയൊക്കെ സ്നേഹം അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ആളുകളുടെ സ്നേഹം, അവരുടെ സ്വഭാവം, അവരുടെ ഒരു എന്താ പറയുക നിഷ്കളങ്കമായിട്ടുള്ള ചിരി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ പോലും ഒരു ഒഴിവില്ലാത്ത പോലെയാണ് അല്ലേ. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ ഒരു സ്നേഹം ശരിക്കും മനസ്സിലാവുക. ഞാൻ എവിടുന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എല്ലാവരുടെ പേര് ചോദിക്കുന്നില്ല. ഇനി ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എൻ്റെ മൈക്ക് ചെറുതായിട്ട് പണി തന്നു. ചില സമയത്ത് നല്ല വോയിസ് ഉണ്ട്, ചില സമയത്ത് ആകെ ഇങ്ങനെ ഒരു കാറ്റ് ശബ്ദം മാത്രമേ ഉള്ളൂ. അതെന്താണ് ആ കുട്ടിച്ചാത്തൻ്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അപ്പം ഈ കുട്ടികൾ പ്രത്യേകം എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവരെ പരിചയപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള കലാപരിപാടികളിൽ ഇവരുടെ, അതായത് കൽപ്പേനി സ്കൂളിലെ കുട്ടികളാണിത്, ഇവരുടെ ബാൻഡ് മേളം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്ററിന് അത് ഇഷ്ടപ്പെട്ടിട്ട് ഡയറക്റ്റ് ഈ കുട്ടികളെ, ഇപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടല്ലോ, ആ പരേഡിൽ പങ്കെടുക്കാനായിട്ട് ഈ കുട്ടികളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം എന്ത് വലിയൊരു അവസരമാണ് കുട്ടികൾക്ക് കിട്ടിയേക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമന്ത്രി അവിടെ വരാനും ഈ കുട്ടികൾക്ക് പെർഫോം ചെയ്യാനും, അത് കണ്ട് അത് നേരിട്ട് ഡൽഹിയിലേക്ക് ഇവരെ ക്ഷണിച്ച് ഇവരെ കൊണ്ടുപോകാൻ പ്രത്യേക ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നാളെയാണ് ഇവരിവിടുന്ന് പോകുന്നത്. അപ്പോൾ അവർ ഇന്ന് കൽപ്പേനി ഐലൻഡിലെ കുട്ടികളാണ്. അപ്പോൾ അവർ ഇന്ന് അഗത്തി ദ്വീപിൽ വന്നിരിക്കുകയാണ്, ഈ ഒരു ലഗൂൺ ബീച്ചിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസരം വലിയൊരു കാര്യമല്ലേ. എൻ്റെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഒരു കുട്ടി, അത് കേൾക്കാം. നമ്മുടെ കൽപ്പേനി ദ്വീപ് കാണാൻ നല്ലൊരു ചേലാണെന്ന്, അഴക് നിറഞ്ഞൊരു നാടാണ്, പച്ച നിറഞ്ഞൊരു ദ്വീപാണ്, കാണാൻ നല്ലൊരു മഞ്ചാണ്, നമ്മുടെ ദ്വീപാണ്. ചെറിയ ഒരു പ്രോത്സാഹനം കൊടുത്തതാ. പോയാ ചെറിയ ദ്വീപുള്ള നാടാണ്, നന്മ നിറഞ്ഞൊരു നാടാണ്, സുന്ദര കാഴ്ചകൾ കാട്ടുന്ന നമ്മുടെ അടിപൊളി. അതെ, അടുത്ത ആൾ ആരാ പാടാന്ന് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വേറൊരാളും റെഡി ആയിട്ടുണ്ട്. ചെറുതടിയാണ് നബി തങ്ങളെ പൂക്കുടിലാണ്, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഫൈറാം സ്വഹബോരുടെ ഇരപകലുകൾ കേട്ട്, അതു കേട്ട് സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അത് പപ്പുവാം ബിലാലി സ്വരനാദം, യാ റസൂലേ. അടിപൊളി. അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറഞ്ഞു? അപ്പം ആ സ്കൂളിലെ 27 കുട്ടികളാണ്, 25 കുട്ടികളാണ്. ആദ്യമായിട്ടാണ് ഡൽഹിയിൽ പോണത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോണവരല്ലോ എല്ലാവരും. ഓ, ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ഓക്കെ, ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട കുട്ടികള്, അവരുടെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇതിന് 2 പേര്. എന്താ പേര്? അബിത. ഓക്കെ, ടീച്ചറാണ്. അതെ. അമീറ. തെൻമീറ, ഞാനിവിടുത്തെ വെൽഫെയർ. ഓക്കെ. വാജിദ, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. ഓക്കെ. അപ്പൊ ടീച്ചറെ പറയൂ, ഈ കുട്ടികൾക്ക് വലിയൊരു എന്താ പറയുക, ലൈഫിൽ തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കിട്ടാൻ പോണേ. അതെ അതെ അതെ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്?
അത് ഇപ്പോ പ്രൈം മിനിസ്റ്റർ വന്നില്ലേ, ലക്ഷദ്വീപ് കാണാൻ ആകെ ക്ഷണിച്ചിരുന്നു. ലക്ഷദ്വീപിലെ ബാൻഡി മണി വരെ ദ്വീപുകാരാണ്. SB സ്കൂളിലെ കുട്ടികളാണ് ഇവര്. അപ്പൊ പ്രൈം മിനിസ്റ്റർ അത് കണ്ട് അവരെ പെർഫോമൻസ് പ്രൈം മിനിസ്റ്റർ വന്ന ദിവസം ഇവരുടെ ബാൻഡ് ഉണ്ട്. അത് ഇവരെ കൊണ്ടുവന്നാണ് കൽപ്പനയിൽ നിന്ന് ബസ്സിൽ വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടു. അവരെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് അവരെ റിപ്പബ്ലിക് ഡേക്ക് ഡയറക്റ്റ് ക്ഷണം. ഓ മൈ ഗോഡ്, സ്പെഷ്യൽ. ഇനിയിപ്പോ നാളെയാണ് പോണത്. നാളെ എത്ര മണിക്ക് ഫ്ലൈറ്റ്? നാളെ രാവിലെയാണ് പറഞ്ഞത്. കറക്റ്റ് ടൈം 9 മണി. ഓക്കെ, എത്ര പേര് മൊത്തം സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്? കുട്ടികളും കുട്ടികളും 5 ടീച്ചേഴ്സ്. പിന്നെ അതിന്റെ കൂടെ ഒരു 5 ടീച്ചേഴ്സും. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് ഭയങ്കര ഒരു സന്തോഷത്തിലാണല്ലേ. ഈ നല്ലൊരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് പോകുന്നത്. എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് സന്തോഷം. അതെ, അപ്പൊ എന്തായാലും ഇതൊരു വല്ലാത്തൊരു ഇവരെ സംബന്ധിച്ച്, ഈ ലക്ഷദ്വീപിലെ കുട്ടികളെ സംബന്ധിച്ച് ഇവിടുത്തെ ടീച്ചേഴ്സിനെ ആണെങ്കിൽ ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇത്. 25 കുട്ടികളും 5 അധ്യാപകരും വളരെയധികം സന്തോഷത്തിലാണ്. നാളെ അവർ പറക്കാൻ പോവാണ്. നമ്മൾ അറിഞ്ഞൊരു കാര്യം, നാളെ ഇവർക്ക് എയർപോർട്ടിൽ വലിയൊരു യാത്രയപ്പ് നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ ഭംഗിയാവട്ടെ. ശരിക്കും ഈ ഒരു റിപ്പബ്ലിക് പരേഡ് നടക്കുമ്പോൾ ലക്ഷദ്വീപിനെ എന്താ പറയുക പ്രതിനിധീകരിച്ച് ഈ കുട്ടികൾ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? എന്തായാലും നമുക്കും കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.